എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 24, 25, 26, 27, 28, 29 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24-25. ചക്രം ദക്ഷിണഹസ്തേസ്യ പത്മകോശോസ്യ പാദയോഃ ഈജേ മഹാഭിഷേകേണ സോഭിഷിക്തോധിരാജ് വിഭു പഞ്ചപഞ്ചാശതാമേധ്യൈർഗംഗായാം അനുവാജിഭിः മാമതേയം പുരോധായ യമുനായാം അനുപ്രഭു അഷ്ടസപ്തതിമേധ്യാശ്വാൻ ബബന്ധ പ്രദദൽ വസു. അസ്യ ദക്ഷിണഹസ്തേ ഇദ്ദേഹത്തിന്റെ വലതു കൈയിൽ ചക്രം ചക്രവും പാദയോ പാദങ്ങളിൽ പത്മകോശ താമരമുട്ടും ഭവന്തി ഭവിക്കുന്നു. മഹാഭിഷേകേണ മഹാഭിഷേക വിധി പ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട അധിരാട് പ്രഭു സ ചക്രവർത്തിയും പ്രഭുവുമായ അദ്ദേഹം മാമദേയൻ എന്ന മഹർഷിയെ പുരോഹിതനാക്കിയിട്ട് ഗംഗായാം ഗംഗാതീരത്തിൽ അനുലോമ മാർഗത്തിൽ പഞ്ചപഞ്ചാശതാമേധ്യൈഹി വാജിഭി 55 പരിശുദ്ധ അശ്വങ്ങളെ കൊണ്ട് ഈജെ പൂജിച്ചു. പ്രഭുവായ ഭരതൻ യമുനായാം യമുനയുടെ അനുലോമ തീരത്തിൽ അഷ്ടസപ്തതി മേധ്യ അശ്വാൻ 78 പരിശുദ്ധ അശ്വങ്ങളെ ബന്ധിച്ചു. വസു ധനം പ്രദദൽ പ്രകർഷേണ ദാനം ചെയ്യുന്നവനായിരുന്നു. ഹരിയുടെ അംശാംശ അവതാരമായിരുന്നു എന്നതിന് ലക്ഷണങ്ങൾ പറയാണ്. ജനിച്ചപ്പോ തന്നെ അതാണ്. വലത്തെ കയ്യില് ചക്രരേഖ ഉണ്ടായിരുന്നു ഭരത ചക്രവർത്തിക്ക്. പാദങ്ങളില് താമരമുട്ടിന്റെ ആകൃതിയിലുള്ള രേഖകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹരിയുടെ അംശാവതാരമാണെന്ന് തെളിഞ്ഞത്. മഹാഭിഷേക വിധി പ്രകാരം രാജ്യത്തിലെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട രാജാധിരാജനും എല്ലാവരിലും വെച്ച് മഹാനും പ്രഭുവുമായ ഭരത മഹാരാജാവ് ഗംഗാപ്രവാഹത്തെ അനുസരിച്ച് ഗംഗയുടെ തീരങ്ങളില് മാമദേയ മഹർഷിയെ പുരോഹിതനാക്കി അവിടെയായിട്ട് അനേകം ദക്ഷിണകളൊക്കെ കൊടുത്ത് ഭൂരി ദക്ഷിണകളോടുകൂടിയ 55 അശ്വമേധ യാഗങ്ങൾ ചെയ്തു. പിന്നെ യമുനാ പ്രവാഹത്തെ അനുസരിച്ച് അവിടെയായിട്ട് തീരങ്ങളിലൊക്കെ വെച്ചിട്ട് 78 അശ്വമേധ യാഗങ്ങൾ കൊണ്ട് സാക്ഷാൽ ശ്രീഹരിയെ ആരാധിച്ചു. അത്ര മഹാനായിരുന്നു അദ്ദേഹം. ഭരതസ്യ ദൗഷ്യന്തേ അഗ്നിസാജി ഗുണേചിത സഹസ്രം ബദ്വശോ യസ്മിൻ ബ്രാഹ്മണാഗാ വിഭേജിരേ. ദൗഷ്യന്തേ ഭരതസ്യ ദുഷ്യന്ത സന്താനമായ ഭരതന്റെ അഗ്നി സാജി ഗുണേ ഉത്കൃഷ്ട ഗുണമുള്ള ദേശത്തിൽ ചിത ഉജ്ജ്വലിക്കപ്പെട്ടു. യസ്മിൻ യാതൊന്നിൽ സഹസ്രം ബ്രാഹ്മണ 1000 ബ്രാഹ്മണർ ഗാ പശുക്കളെ ബദ്ധുമായിട്ട് വിഭജിച്ചെടുത്തു. ഹി നിശ്ചയം. ദുഷ്യന്തപുത്രനായ ആ ഭരത ചക്രവർത്തി പരമപുണ്യ സ്ഥലത്തില് അഗ്നിയെ ഉജ്ജ്വലിപ്പിച്ച് യാഗം ചെയ്തു. പുണ്യമായ സ്ഥലങ്ങളിലെല്ലാം അഗ്നിയെ ഉജ്ജ്വലിപ്പിച്ചിട്ട് യാഗങ്ങൾ ചെയ്തു. അതില് 1000 ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത പശുക്കളെ അവർ ഓരോരുത്തരും ഓരോ ബദ്ധുമായിട്ട് വിഭജിച്ചെടുത്തു. അപ്പൊ എത്ര ഉണ്ടായിരിക്കും? 13,084 കൂടിയാലാണ് ഒരു ബദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ 1000 ബ്രാഹ്മണർക്ക് ഓരോ ബദ്ധം വീതം പശുക്കളെ ദാനം ചെയ്തു എന്ന് പറയുന്നത്. ത്രയത്രിംശച്ഛതം ഹ്യശ്വാൻ ബദ്ധ്വാ വിസ്മാപയൻ നൃപാൻ ദൗഷ്യന്തി അത്യഗാൻമായാം ദേവാനാം ഗുരുമായയോ. ത്രയസ്ത്രിംശച്ഛതം അശ്വാൻ 3300 കുതിരകളെ ബന്ധിച്ചിട്ട് നൃപാൻ വിസ്മാപയൻ രാജാക്കന്മാരെ വിസ്മയിപ്പിക്കുന്നവനായ ദൗഷ്യന്തി ദുഷ്യന്തപുത്രൻ ദേവാനാം മായാം ദേവന്മാരുടെ മായയെ അത്യകാൽ അതിക്രമിച്ചു. ഗുരും ആയയോ പൂജ്യനെ പ്രാപിച്ചു. 3300 കുതിരകളെ ബന്ധിച്ച ദുഷ്യന്തപുത്രനായ ഭരതൻ തന്റെ ഐശ്വര്യത്താൽ രാജാക്കന്മാർക്ക് വിസ്മയത്തെ ജനിപ്പിച്ചു. എങ്ങനെയാ വിസ്മയില്ലാതിരിക്കുക അല്ലെ? അങ്ങനെ ദേവന്മാർക്ക് കൂടി ഇത്രയും മഹാത്മ്യമില്ല. അവരുടെ മഹാത്മ്യത്തെയും കൂടി അതിക്രമിച്ചിട്ട് അവരുടെയും ഗുരുവായ എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ശ്രീഹരി തന്നെയല്ലേ, ആ ഭഗവാനെ തന്നെ
ശരണം പ്രാപിക്കുകയും ചെയ്തു. മൃഗാൻ ശുക്ലദദ കൃഷ്ണാൻ ഹിരണ്യേന പരിവൃതാൻ അദാൽ കർമ്മണി മഷ്ണാരേ നിയുതാനി ചതുർദശ. ഹിരണ്യേന പരിവൃതാൻ സ്വർണത്താൽ മൂടപ്പെട്ടവയും ശുക്ലദത ശുഭ്രദന്തങ്ങളോടുകൂടിയവനുമായ നിയുക്താനി ചതുർദശ 14 ലക്ഷം കൃഷ്ണാൻ മൃഗാൻ കറുത്ത മൃഗങ്ങളെ മഷ്ണാരേ കർമ്മണി മഷ്ണാരം എന്ന തീർത്ഥസ്ഥാനത്തിൽ നടത്തിയ യാഗകർമ്മത്തില് അദാത് ദാനം ചെയ്തു. നല്ല വെളുത്ത നിറമുള്ള കൊമ്പുകളുള്ള ആ കൊമ്പുകളെ കൊണ്ട് ശോഭിക്കുന്നവയും സ്വർണത്താൽ മൂടപ്പെട്ടവയുമായ 14 ലക്ഷം ആനകളെ ഭരതൻ മഷ്ണാരം എന്ന സുപ്രസിദ്ധമായ ആ തീർത്ഥസ്ഥാനത്തിൽ വെച്ച് നടത്തിയ യാഗത്തില് ദാനം ചെയ്തു. ഭരതസ്യ മഹൽ കർമ്മ നപൂർവേ വാപരേ നിർവാഹ നൈവ പ്രാപ്സ്യന്തി ബാഹുഭ്യാം ത്രിദിവം യഥാ. ഭരതന്റെ മഹൽ കർമ്മ മഹത്തായ കർമ്മത്തെ പൂർവേ നിർവാഹ പണ്ടത്തെ രാജാക്കന്മാര് ആവു പ്രാപിച്ചില്ല. അവരെ നിർവാഹ ഇനി വരാനുള്ള രാജാക്കന്മാരും പ്രാപിച്ചില്ല. ബാഹുഭ്യാം കൈകൾ കൊണ്ട് ത്രിദിവം യഥ സ്വർഗത്തെ എന്ന പോലെ പ്രാപ്സ്യന്തിയേവ പ്രാപിക്കുകയുമില്ല. ഭരതൻ നടത്തിയതുപോലെ ഈ ഭരതൻ എന്ന ചക്രവർത്തി നടത്തിയതുപോലെ അത്ഭുത കർമ്മത്തെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാജാക്കന്മാരും നടത്തിയിട്ടില്ല. ഇനി ഉണ്ടാവാൻ പോകുന്ന രാജാക്കന്മാർക്കും നടത്താൻ സാധിക്കില്ല. പുണ്യകർമ്മം കൊണ്ട് മാത്രല്ലാതെ ബാഹുബലത്താൽ സ്വർഗം പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഭരതന്റെ കീർത്തി ഭരതന് മാത്രമല്ലാതെ മറ്റാർക്കും നേടാൻ കഴിയില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ആ ഭരത ചക്രവർത്തി ഭരിച്ച നാടാണ് നമ്മുടെ ഭാരതം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.